പ്രകാശമേ മിഴി തുറക്കുക വേഗം. പ്രിയപ്പെട്ടവർ, ഈശോയുടെ മലയിലെ പ്രസംഗത്തിൽ ഒരു തിരുവചന ഭാഗമാണ് നമ്മൾ കണ്ടുമുട്ടുക. നമ്മളെ അധിക്ഷേപിക്കുന്ന ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ പറ്റുമോ? നമ്മുടെ കരണത്തടിക്കുന്ന ഒരു വ്യക്തിയോട് ആ വ്യക്തിക്ക് മറുകരണം കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമുക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയോട് സാരമില്ല എന്ന് പറയാൻ പറ്റുമോ? അതായത് ഒരു നോർമൽ തിങ്കിങ്ങിൽ, സാധാരണ കാഴ്ചപ്പാടിൽ, നോർമാലിറ്റിയിൽ ഇത് എളുപ്പമല്ല. പക്ഷെ ഇവിടെ ഈശോ പറയുന്നത് ഒരു മൈൽ നടക്കാൻ പറയുന്നവരോട് ഒന്നുകൂടെ നടക്കാൻ, ഒരു കരണം തടിക്കുന്നവരോട് കൂടി മറ്റേ കരണോട് കാണിച്ചു കൊടുക്കാൻ, അധിക്ഷേപിക്കുന്നവരോട് പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ടവരെ, മാനുഷികമായ രീതിയിൽ പ്രയാസമെന്ന് തോന്നുന്ന ദൈവിക പ്രവൃത്തിയെക്കുറിച്ചാണ് നമ്മളിവിടെ ധ്യാന വിഷയമാക്കി മാറ്റുന്നത്. കർത്താവേ, മാനുഷികമായ രീതിയിൽ ഞങ്ങൾ പലപ്പോഴും നിന്നിൽ നിന്ന് അകന്ന് കഴിയുന്നവരാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. നീ പറയുന്ന കർത്താവേ, നീ നൽകുന്ന ഈ ഒരു നോർമാലിറ്റിക്കും അപ്പുറമുള്ള ഒരു ജീവിത ശൈലി, ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിത ശൈലി, ആ ജീവിത ശൈലി രൂപീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതിന് ദൈവത്തിൻ്റെ കൃപ അത്യാവശ്യമാണ്. ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമയായി മാറുവാൻ, ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആത്മീയതയുടെ വക്താവായി മാറുവാൻ ദൈവത്തിൻ്റെ കൃപ അത്യാവശ്യമാണ്. കർത്താവെ, ഈ 25 നോമ്പ് കാലത്ത് നിന്റെ കൃപ ഞങ്ങളിൽ വർഷിക്കണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. നിൻ വഴിയേ നടക്ക